എല്ലാവർക്കും നമസ്കാരം. ശരിക്കും വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പണിയുന്ന സമയത്ത് എന്ത് ടൈപ്പ് വിൻഡോ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം ഒട്ടനവധി ആൾക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കാറും ചിന്തിക്കാറുമുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഓഫീസിലേക്കൊക്കെ ഒത്തിരി കോൾസ് പലപ്പോഴും വരാറുണ്ട്. എന്ത് ടൈപ്പ് വിൻഡോ ആണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പം പലപ്പോഴും തടിയെക്കുറിച്ച് ഇപ്പോൾ ആൾക്കാർക്കൊരു, അതായത് നമ്മൾക്ക് മെയിൻ്റനൻസിൻ്റെ ഭയങ്കര പ്രശ്നവും തടി പണിക്കാനാളില്ല, മാത്രമല്ല മെയിൻ്റനൻസ് ആണല്ലോ മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷന് പറ്റുന്നതല്ല എന്നുള്ളൊരു അവബോധം നാട്ടിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്. ഇപ്പോൾ സ്റ്റീലാണോ ബെറ്റർ, അല്ലെങ്കിൽ UPVC ആണോ ബെറ്റർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റീൽ ചൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പണ്ട് കാലത്തൊക്കെ നമ്മൾ വിൻഡോസിനെ കുറിച്ച് അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളൊരു വീട് അല്ലെങ്കിൽ വീടിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചോ ഇന്റീരിയറെ കുറിച്ചോ സ്പേസിനെ കുറിച്ചോ ഒക്കെയാണ് നമ്മൾ കൂടുതലും കൺസേൺ ആയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് വിൻഡോസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ശരിക്കും ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ വിൻഡോസിനാണ് അതിൻ്റെ എലിവേഷനിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിലുപരി ശരിക്കും നമ്മുടെ വീടിനൊരു ജീവൻ കൊടുക്കുന്നത് ശരിക്കും വിൻഡോസാണ്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് വിൻഡോസാണ്. അങ്ങനെ കാറ്റും വെളിച്ചവും എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, പഴയ ആർക്കിടെക്ചർ സ്ട്രക്ചറിലൊക്കെ എപ്പോഴും കാറ്റും വെളിച്ചവും നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ വിൻഡോസിന് അത്രയും പ്രാധാന്യമുണ്ട് ഒരു വീട്ടിൽ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും അതിന് അനുയോജ്യമായ ഒരു സൊല്യൂഷൻ ഏതാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, തടി നമുക്കറിയാം, എല്ലാവർക്കും ആദ്യം പണ്ട് തൊട്ടേ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് തടിയോടാണ് താല്പര്യം. പക്ഷെ തടിയുടെ പോരായ്മകളെക്കുറിച്ച് ഞാൻ ഇനി പറഞ്ഞേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മെയിൻ്റനൻസിൻ്റെ വലിയ പ്രശ്നങ്ങൾ, പെയിൻറ്റിങ് കോസ്റ്റ്, അതേപോലെ തന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ, അതൊക്കെ നമുക്കറിയാം. പിന്നെ വന്നിട്ടുള്ള ഇപ്പോഴത്തെ കാലത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് സ്റ്റീൽ വിൻഡോസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സ്റ്റീൽ വിൻഡോസിനകത്ത് ഒത്തിരി ഒരു അപാകത എനിക്ക് തടിയേക്കാളും മോശമായിട്ടാണ് എനിക്ക് ശരിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു പ്രൊഡക്റ്റ് മോശമാണെന്ന് പറയല്ല, പക്ഷേ എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുമ്മാ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാം, എന്തുകൊണ്ട് UPVC ചൂസ് ചെയ്യണം. അപ്പോൾ പലപ്പോഴും എന്തിന് നമ്മൾ UPVC യൂസ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റീൽ യൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം വളരെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് പൊതുവേ. കാരണം ഇപ്പോൾ വീടിൻ്റെ പ്ലാനിങ്ങിൽ നമുക്കറിയാം, നമുക്കെല്ലാം വളരെ കൺസേൺ ആണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് വീടിൻ്റെ ഒരു വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നമ്മുടെ ഒരു എലിവേഷൻ പാർട്ട് തന്നെ അല്ലേ, നമ്മുടെ ഓരോ വീടിൻ്റെ അനുസരിച്ചുള്ള എലിവേഷന് യോജിക്കുന്ന ഒരു വിൻഡോ ആയിരിക്കണം ഒന്ന്. അതിപ്പോൾ ഏത് വിൻഡോസ് യൂസ് ചെയ്താലും എലിവേഷനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഇതിനകത്തുള്ളൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം തടിയോ സ്റ്റീലോ എന്നൊക്കെ പറഞ്ഞാൽ അതിന് സൈസിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കൊരു പരിധി കൂടുതൽ വലിയ സൈസിലൊന്നും ചെയ്യാൻ കഴിയില്ല, സ്റ്റാൻഡേർഡ് സൈസിലേ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 2 മീറ്റർ അബോവ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് കോസ്റ്റ് വൈസും ഭയങ്കര കൂടുതലാണ്, മാത്രമല്ല അത് അത്ര പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ UPVCയെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു സ്പേസ് നമുക്കുണ്ടെങ്കിൽ ആ സ്പേസ് ഒരു 50 രീതി വേണം നമുക്ക് ഡിസൈൻ ചെയ്യാം. അത്ര ഓപ്ഷൻസ് UPVCയിൽ അവൈലബിൾ ആണ്. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു പാർട്ട് വലിയ കാര്യമാണ്. കാരണം ലൈഫ് ലോങ് നമുക്ക് വീടെന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. നമ്മളൊരു 10-50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൻ്റനൻസിൽ മെയിനായിട്ട് വരുന്നത് പെയിൻറ്റിംഗ് ആണ്. അതായത് തടിയാണെങ്കിലും സ്റ്റീലാണെങ്കിലും, തടിക്ക് നമുക്കറിയാം ഓഫ് കോഴ്സ് മെയിൻ്റനൻസ് വേണം. പെയിൻറ്റ് ചെയ്യണം, 2 വർഷം കൂടുമ്പോൾ പെയിൻറ്റ്. 2 വർഷം പെയിൻറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റ് നമുക്കൊരു 10 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഡബിൾ കോസ്റ്റ് തീർച്ചയായിട്ടും വരും. ഇനി അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീലിൻ്റെ ഒരു കാര്യത്തിൽ തോന്നിയിരിക്കുന്നത്. സ്റ്റീൽ നമ്മൾ ശരിക്കും ഡയറക്റ്റ് സിമെൻറ്റ് കോൺടാക്ട് വരുന്ന ഒരു ഇതാണ്. സിമെൻറ്റും അല്ലെങ്കിൽ മെറ്റലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുരുമ്പ് വരും എന്നുള്ളതിനകത്ത് 100% ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ അത് വരും, തീർച്ചയായിട്ടും വരാതിരിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര തന്നെ പെയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാലും അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ് ടു ലെവൽ നമുക്കൊരു തുരുമ്പ് വരാതിരിക്കുമെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ നമുക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം. അതായത് നമുക്ക് ഉപയോഗിക്കാൻ, അതായത് നമുക്ക് ശരിക്കും തോന്നുന്നു, നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള വിൻഡോ എലിവേഷൻ മാത്രം നോക്കി പലപ്പോഴും ചെയ്യുകയും അതെങ്ങനെ ഉപയോഗിക്കണം, അത് നമ്മുടെ ഒരു വീടിന് അനുയോജ്യം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കത് ഉപയോഗിക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. ഇപ്പോൾ പലപ്പോഴും വലിയ വിൻഡോസൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ പലപ്പോഴും ഉപയോഗിക്കുന്ന വളരെ കുറവാണ്. അതായത് തുറന്ന് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഒരു ഫ്രഷ് എയറിനെ കടത്തിവിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തുറന്നിടുക ഒക്കെ വളരെ കുറവാണ് പലപ്പോഴും. സമയക്കുറവുകൊണ്ടൊക്കെയാണ് എങ്കിൽ പോലും. അപ്പോൾ ആ ഒരു കാര്യം, നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു സുഖം, അതൊരു ഭയങ്കരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റീലിലൊക്കെ തന്നെ ആണെങ്കിലും നമുക്ക് അത് തുറക്കാൻ അടയ്ക്കാൻ വലിയ ക്ലൈമറ്റിക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സൗണ്ട്, ഈ കുറ്റി കൊളുത്തൊക്കെ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ അത് അടഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ലോക്ക് ഇടേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തടിയിലും ഈ സെയിം പ്രശ്നം വരും. പക്ഷേ UPVC എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഓപ്പൺ വിൻഡോ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് തനി അടഞ്ഞു വരില്ല. അത് വിൻഡ് റെസിസ്റ്റൻ്റ് ആണ്. നമ്മൾ ഹാൻഡിൽ പിടിച്ച് അടച്ചാൽ മാത്രമേ തടയുള്ളൂ. അപ്പോൾ അതൊരു മാത്രമല്ല, അടഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് ഡസ്റ്റ് ഫ്രീ ആണ്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെയൊക്കെ ഒരു പണ്ട് കാലത്തെ പോലെയല്ല. ഇപ്പം നഗരത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് തന്നെ അതിഭയങ്കരമായ ഡസ്റ്റും പ്രാണികളും ജീവികളുടെ ഒക്കെ ശല്യങ്ങൾ വളരെ കൂടുതലുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും എയർ ടൈറ്റ് ആയിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്റ്റീലിനൊന്നും ഒരു എയർ ടൈറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഗ്യാപ്പ് തീർച്ചയായിട്ടും വരും, അല്ലാതെ അത് ചെയ്യാൻ കഴിയില്ല. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഗ്ലാസിൻ്റെ ഓപ്ഷൻസ്. അതായത് ഗ്ലാസ് പലപ്പോഴും ഇപ്പം തടിയിലാണെങ്കിൽ നമുക്ക് ഒരു പരിധി കൂടുതൽ കട്ടിയുള്ള തടി ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ടഫൻ ഗ്ലാസ് ഒക്കെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതല്ല, അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല. സ്റ്റീലിലും ആ ഒരു ലിമിറ്റേഷൻ കുറേയൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റീൽ വിൻഡോസിൽ സിലിക്കോൺ അടിച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ടാണ് ഗ്ലാസ് ചെയ്യുക. അത് മാത്രമല്ല ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തടിയിൽ അത്ര പ്രശ്നമില്ലെങ്കിലും സ്റ്റീലിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റൽ ടു ഗ്ലാസ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു കാറ്റ് വരുന്നൊക്കെ സ്ഥലങ്ങളാണെങ്കിൽ ഇത് ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കാറ്റൊന്നും അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റാനുള്ള ബുദ്ധിമുട്ട് വേറെ. അത് പലപ്പോഴും ബീഡിങ് ഇട്ടിട്ടല്ല, പലപ്പോഴും സിലിക്കോൺ ഒട്ടിച്ചാൽ വെക്കുക. അപ്പോൾ അത് പിന്നീട് രണ്ടാമത് സിലിക്കോൺ ഒട്ടിച്ച് അതിന് മുകളിൽ വെക്കണം. ഇത് ചെയ്യാനുള്ള ടെക്നീഷ്യൻ കിട്ടാനുള്ള പാട് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കമ്പയർ ചെയ്യുകയാണെങ്കിൽ UPVC എനിക്ക് തോന്നുന്നു UPVCയിലാണ് ഏറ്റവും എളുപ്പം. അത് 4 ബീഡിംഗ് ആണ്. ആ ബീഡിംഗ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് ഇടുക, ആ ബീഡിംഗ് അടിച്ചു വെക്കുക. അതൊരു ലോക്കാണ്. ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എനർജി സേവിങ് അല്ലെങ്കിൽ എയർ ടൈറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ ഫുൾ AC ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ UPVC വളരെ പെർഫെക്റ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനർജി സേവിങ് ആണ്. നമുക്ക് ഫുൾ ടൈം ഇടേണ്ട ആവശ്യമില്ല എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല ഒരു രീതിയിലും. ചൂടകത്തേക്ക് കടക്കുന്നില്ല. കാരണം UPVC തന്നെ ചൂട് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കടത്തി വിടുകയില്ല. നേരെ മറിച്ച് മെറ്റൽ കണ്ടക്ടർ ആയതുകൊണ്ട്, ഹീറ്റ് കണ്ടക്ടർ ആയതുകൊണ്ട് ചൂട് ഉള്ളിലേക്ക് വരും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റനിങ് പ്രശ്നം വളരെ കൂടുതലാണ്. അതായത് ഇടിവെട്ടൊക്കെ ഏറ്റ് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ഇപ്പോൾ നമുക്കറിയാം മഴ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടിമിന്നലേക്കുന്നതിൽ എനിക്ക് തോന്നുന്നു സ്റ്റീൽ വിൻഡോസിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടിമിന്നലേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ അതിനൊരു വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ലോക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ തടിയിലാണെങ്കിൽ സ്റ്റീലിലാണെന്ന് എനിക്കറിയാം. ഈ കുറ്റിയും കൊളുത്ത് എന്ന് പറയുന്ന പഴയ കോൺസെപ്റ്റാണ്. അത് അടച്ചിട്ടിടാനുള്ള പാട് നമുക്കറിയാം. അടച്ചു കിടക്കുന്നത് തുറക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനം കൊണ്ട് അടിച്ചു തുറക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ലോക്ക് സിസ്റ്റത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ UPVCയിലേക്ക് ചെല്ലുമ്പോഴത്തേനും വളരെ കംഫർട്ടബിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഇപ്പോൾ സ്ലൈഡിങ്ങിലൊക്കെയാണ് വളരെ പ്രസ് ചെയ്താൽ തുറക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓപ്പൺ വിൻഡോ ആണെങ്കിൽ പോലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏത് രീതിയിൽ നോക്കിയാലും വളരെ പ്രയോജനപ്രദമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസും മെയിൻ്റനൻസും ഗ്ലാസ് അഡീഷണൽ വാങ്ങേണ്ട കോസ്റ്റും ലേബറും എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ശരിക്കും UPVC ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കോസ്റ്റ് വൈസ് കൂടുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെ UPVCയുടെ ഒരു നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു നെഗറ്റീവായിട്ട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്രില്ലില്ല എന്നുള്ളതാണ്. അതായത് ഗ്രില്ല് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ല് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രില്ല് സെപ്പറേറ്റ് നമ്മൾ വെക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഫാക്റ്റ് ഞാൻ പറയാം. ശരിക്കും വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ ഗ്രില്ലിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വേണം ഉപയോഗിക്കാൻ. അതായത് നമ്മൾ വിൻഡോ ഒന്ന് തുറന്നിടണമെങ്കിൽ അതിന് ഗ്രില്ലിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാതെ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു വിൻഡോ എഫക്റ്റീവ് ആവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വിൻഡോയുടെ ഉള്ളിൽ അഡീഷണൽ ഗ്രില്ല് ഏകദേശം ഒരു 3-4 സെൻറ്റിമീറ്റർ എങ്കിലും ഗ്യാപ്പിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട് തന്നെ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി എക്സ്ട്രാ സേഫ്റ്റി, അതായത് ശരിക്കും ഭിത്തിയിലേക്ക് നമ്മൾ പട്ടയും കമ്പിയും വെച്ച് ഫിറ്റ് ചെയ്യുന്ന അത്രയും ഒരു സേഫ്റ്റി വേറെ ഒരു ഇതിനും കിട്ടില്ല. കാരണം അത്ര സ്ട്രോങ് ആണ്. കാരണം വിൻഡോയും കഴിഞ്ഞിട്ടാണ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ വിൻഡോയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗ്രില്ല് വരിക. അപ്പം എക്സ്ട്രാ നല്ലൊരു സേഫാണ്. അത് മാത്രമല്ല ഈ വിൻഡോയുടെ ഒരു പ്രവർത്തനത്തെയും അല്ലെങ്കിൽ വിൻഡോയുടെ ഉപയോഗത്തിനെയും നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവാണ്. പക്ഷേ ഞാനത് നെഗറ്റീവ് ആണെന്ന് എൻ്റെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഞാനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എനിവേ, അപ്പം ബാക്കി നിങ്ങൾ ഏത് കാര്യങ്ങൾ വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവാണ്. അതേപോലെ നല്ല യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്, മനോഹരമായ ഡിസൈൻ. ഇപ്പം ആദ്യകാലത്തൊക്കെ UPVCയുടെ വൈറ്റ് മാത്രമേ ഉള്ളൂ എന്നൊരു പ്രശ്നം. ഇപ്പോൾ ഒത്തിരി കളറുകൾ അവൈലബിൾ ആണ്, എല്ലാ കളറും അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ വുഡിൻ്റെ എല്ലാ ടെക്സ്ചറും, ടീക്ക് വുഡിൻ്റെ ആണ് ലൈറ്റ്, ഡാർക്ക് വുഡ്, നമ്മുടെ കരിയിട്ടിയുടെ ഒക്കെ കളറ്, അതേപോലെ തന്നെ ബ്ലാക്ക് കളർ, ഗ്രേ കളർ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് പോകാറ്. നിങ്ങളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായൊരു വിൻഡോ സിസ്റ്റം ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് എന്തുകൊണ്ട് UPVC അല്ലെങ്കിൽ UPVC വിൻഡോസ് നിങ്ങൾ എന്തിന് കൺസിഡർ ചെയ്യണം? ഇന്നത്തെ നമ്മുടെ ഇതിൻ്റെ ലക്ഷ്യം തന്നെ, നിങ്ങൾ ഒരു വീട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പിലുള്ള വിൻഡോസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിവുകൾ, ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.